അപ്പോൾ ഗുരുദേവനെ ഹിന്ദുവാക്കി ഈ ലക്ഷക്കണക്കിന് ദൈവങ്ങളുടെ കൂട്ടത്തിൽ ദൈവമാക്കി മാറ്റി ഇല്ലാതാക്കാനും, ഹിന്ദുമതം എന്ന് പറയുമ്പോൾ ടകയൻ മറ്റതങ്ങ് പോയത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം, അതപ്പോഴും അപ്രത്യക്ഷമാവും. മതം ഏതായാലും മനുഷ്യൻ നന്നായി മതി, അപ്രത്യക്ഷമാവും. ഗുരുദേവനും അപ്രത്യക്ഷമാവും. അങ്ങനെ ഗുരുദേവനെ തമസ്കരിക്കാനും ഗുരുദേവ ദർശനത്തിന് അത് അറിയണമെങ്കിൽ ബുദ്ധ ഭഗവാന്റെ ആവിർഭാവവും തിരുവഭാവവും പരിശോധിച്ച് വയ്ക്കാൻ മതി. പറയുന്ന വാക്കിന് അങ്ങേറ്റം ഗൗരവത്തോടുകൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വീക്ഷിക്കുന്ന ഒരു ശക്തിയായി വേണം ഈ സാമൂഹ്യ ധ്രുവീകരണത്തിൻ്റെ അനന്തരഫലമായി സംഭവിക്കേണ്ടത്. അത് സംഭവിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ദളിതരായാലും ദളിതരും സന്നാഭിന്നമായി പോയി. കാരണം അവർക്ക് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളും ഒരുപാട് സംഘടനകളും. അങ്ങനെ വരാൻ പാടില്ല. വളരെ സ്ട്രോങ് ആയിട്ട് പോയി ശരണീകരിച്ച അല്ലെങ്കിൽ ആശ്രയം ചോദിച്ച ആൾക്കാരാണ് ഈ പറയപ്പെടുന്ന അടൂർ പ്രകാശും പിന്നെ നമ്മളെ സുധാകരനും. അതേപോലെ മറ്റാരെങ്കിലും മറ്റു പാർട്ടിയിൽ നിന്ന് പോയിരുന്നെങ്കിലും സ്വാമി അവർക്ക് വേണ്ടി പേരെടുത്ത് പറയുമായിരുന്നു. അതാണ് വീണുപോയി എക്സൈസ് തന്നെ കൊടുക്കുകയും ചെയ്തു കണ്ണാരൻ. അപ്പോൾ എക്സൈസ് തന്നെ കൊടുത്ത് കുറേ പേർക്ക് ഭാരം കൊടുത്തതല്ലാതെ ഈ ഒരു വലിയ നിര നേതാക്കളെയാണ് ഇല്ലാതാക്കി കളഞ്ഞത്. പക്ഷെ അതിൽ അങ്ങ് ബോധപൂർവം വിട്ടുകളയുന്നതാണോ എന്നറിയില്ല. SRPയിലെ ചില നേതാക്കൾക്ക് ബിസിനസ് വ്യക്തി താല്പര്യങ്ങളല്ലേ അന്ന് മുന്നിട്ട് നിന്നത്. നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് നമസ്കാരം. സ്വാഗതം ശ്രീ കെ ബാഹുലയൻ. ഓക്കെ. CPIയിൽ തുടങ്ങി പിന്നീട് ശിവഗിരി മഠത്തിലും SNDPയിലുമൊക്കെയായി ജീവിതത്തിൻ്റെ ആദ്യ പർവ്വം. BJPയുടെ സഹയാത്രികനായി, BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം വരെയായി. അതിനുശേഷം അവിടെ നിന്ന് പടിയിറങ്ങി കാലം ഇപ്പോൾ മറ്റൊരു തലത്തിലൂടെ ചരിക്കുകയാണ്. മതമാണ് പ്രശ്നം എന്ന് KM ഷാജിയെ പോലുള്ളവർ പറയുന്നു. മറുവശത്ത് മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു, അല്ലെങ്കിൽ സമുദായ നേതാക്കൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു. മുമ്പൊന്നും നമ്മൾ കേട്ടിട്ടില്ല ശിവഗിരി മഠത്തിൽ നിന്ന് ചില രാഷ്ട്രീയ ഇടപെടലുകൾ. പക്ഷേ ഇക്കുറി ശിവഗിരി മഠം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളോട് തങ്ങൾക്ക് പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നാവശ്യപ്പെടുന്നു. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തെ പിന്നീട് കോടതി പുറത്താക്കിയെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ ചില ശക്തമായ നിലപാടുകളുമായി ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നു. മൂന്നാം പിണറായി സർക്കാരിൻ്റെ തുടർഭരണമാണ് വെള്ളാപ്പള്ളി പ്രവചിക്കുന്നത്. തൻ്റെ സമുദായ അംഗങ്ങളോട് പിണറായി വിജയന് വോട്ട് ചെയ്യണമെന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ, മറുവശത്ത് ഇതാ ശിവഗിരി മഠം കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. തികച്ചും വിചിത്രമല്ലേ, വൈരുദ്ധ്യമല്ലേ ഈ കാഴ്ചകൾ? എന്താണ് അങ്ങേക്ക് ഈ ഒരു പ്രശ്നത്തിലുള്ള നിലപാട്? ഇതിലാദ്യമായി നമ്മൾ നോക്കിക്കാണേണ്ടത് പിന്നോക്ക സമുദായങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നതുള്ളതാണ് ശിവഗിരി മഠത്തിലെ സ്വാമി സച്ചിദാനന്ദ പറഞ്ഞത്. അദ്ദേഹം വളരെ വ്യക്തമാക്കിയത്, എന്നെ ശരണീകരിക്കാനായി ധാരാളം പിന്നോക്ക സമുദായ നേതാക്കന്മാർ വരുന്നു. അതിൽ കോൺഗ്രസ്സും ഉണ്ട്, മാർക്സിസ്റ്റുണ്ട്, അതേപോലെ എല്ലാ പാർട്ടികളിൽപ്പെട്ട ആൾക്കാരുണ്ട്. അവരുടെ പരാതി അവർക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആണ് സ്വാമി ഒരു അഭിപ്രായം പറഞ്ഞത്. പക്ഷെ അവിടെ സ്വാമി നമുക്കറിയാം അടൂർ പ്രകാശിനെ പോലെയുള്ളവരെ പിന്തുണയ്ക്കുന്നു, മറുവശത്ത് ഡോക്ടർ SS ലാലിനെ പോലെയുള്ളവരുടെ പേരെ പറയുന്നില്ല. അപ്പോൾ അവിടെയും ശിവഗിരി മഠവും സ്വാമിയുമൊക്കെ സെലക്റ്റീവ് ആകുന്നു. അത് ചില അധികാര കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് കൊണ്ടല്ലേ? അല്ല, ഒരിക്കലും അല്ല. സ്വാമിയെ വളരെ സ്ട്രോങ് ആയിട്ട് പോയി ശരണീകരിച്ച അല്ലെങ്കിൽ ആശ്രയം ചോദിച്ച ആൾക്കാരാണ് ഈ പറയപ്പെടുന്ന അടൂർ പ്രകാശും പിന്നെ നമ്മളെ സുധാകരനും. അതേപോലെ മറ്റാരെങ്കിലും മറ്റു പാർട്ടിയിൽ നിന്ന് പോയിരുന്നെങ്കിലും സ്വാമി അവർക്ക് വേണ്ടി പേരെടുത്ത് പറയുമായിരുന്നു. മറ്റൊരു തലത്തിൽ ചിന്തിച്ചാൽ ഈ ശിവഗിരി മഠം ഇങ്ങനെ ഇപ്പോൾ ഇടപെടുന്നത് ശരിയാണോ? കാരണം ഇതേ സച്ചിദാനന്ദ സ്വാമി മുമ്പൊരിക്കൽ ഒരു ബുക്കിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞ ചില ഭാഗങ്ങൾ ഇപ്പോഴും കേരളത്തിന് മുന്നിലുണ്ട്. അത് നേരത്തെയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ പരിശോധിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ കാര്യം ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ശിവഗിരി മഠം
പിന്നോക്ക ദളിത് വിഭാഗങ്ങളെല്ലാം ഒറ്റ ജാതിയായി കാണേണ്ട മഠമാണ്. ഗുരുദേവ ദർശനം അതാണ് ആവശ്യപ്പെടുന്നത്. മുഴുവൻ പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ ഒരൊറ്റ ജാതി. പക്ഷെ മറുവശത്ത് വെള്ളാപ്പള്ളി ഇത്തരമൊരു പരാതി ഉന്നയിക്കുന്നില്ല. ഇടതുപക്ഷത്തെ പൂർണ്ണമായി അംഗീകരിച്ച് നിൽക്കുന്നു. വെള്ളാപ്പള്ളി പറയുന്ന ഇടതുപക്ഷത്ത് വേണ്ട പ്രാതിനിധ്യം ഈഴവ സമുദായത്തിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. പിന്നെന്താണ് കുറവ്? അത് പറ്റി എനിക്ക് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹമായിട്ടൊന്ന് ചർച്ച ചെയ്താലേ അത് വ്യക്തത വരും. എനിക്കുള്ള ഒരു അഭിപ്രായം, ഈ ഈഴവർ അല്ലെങ്കിൽ പിന്നോക്കർ, ഈഴവരെന്ന് തന്നെ പറയാം. ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരം, എൻ്റെ കുട്ടിക്കാലത്ത് എല്ലാ പാർട്ടിയുടെയും എല്ലാ നേതാക്കന്മാരും ഈഴവരായിരുന്നു. കോൺഗ്രസിൻ്റെ ലക്ഷ്മണ മേത്യർ, കാട്ടാക്കട ശങ്കർ, വക്കം പുരുഷോത്തമൻ, മാർക്സിസ്റ്റ് പാർട്ടിയിൽ കാട്ടായിക്കുടംപരി ശ്രീധർ, പള്ളിച്ചൽ സദാശിവൻ, പെറൂക്കട സദാശിവൻ, തോപ്പിൽ ധർമ്മരാജൻ, പിന്നെ അവളാവഴി സദാശിവൻ, കെ അനിരുദ്ധൻ, എം പി പത്മനാഭൻ തുടങ്ങിയിട്ടുള്ള വലിയ നേരം മാർക്സിസ്റ്റ് പാർട്ടി. RSP എന്നൊരു പാർട്ടി അന്ന് സജീവമായിരുന്നു ഇലക്ട്രിസിറ്റിയിൽ. അതിലെ നേതാക്കന്മാരെല്ലാവരും ഈഴവരാണ്. ആരൊക്കെ? നമ്മുടെ KC വാമദേവൻ, K പങ്കജാക്ഷൻ, K ബാലകൃഷ്ണൻ, ചന്ദ്രവിട സാറ് തുടങ്ങിയിട്ടുള്ള ഒരു നേരം. എന്തുകൊണ്ടാണ് അവർ പെട്ടെന്ന് അപ്രത്യക്ഷമായത്? അത് അപ്രത്യക്ഷമായുള്ള ഒരു കാരണം SNDP യോഗം തുടങ്ങി വെച്ച SRP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ്. അതേ സമയത്ത് NDP എന്നൊരു രാഷ്ട്രീയ പാർട്ടി ആരുണ്ടാക്കി? NSS ഉണ്ടാക്കി. അതെ. SRP എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെയുള്ള മുതിർന്ന നേതാക്കൾ പോയിട്ടുള്ള സെക്കൻഡ് ലീഡർഷിപ്പ് മുഴുക്ക അതിൽ ആകർഷിക്കപ്പെട്ട് അങ്ങോട്ട് പോയി. അതിൽ ബ്രാഞ്ച് സെക്രട്ടറിമാരുണ്ട്, അന്നത്തെ ഏരിയ കമ്മിറ്റി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിമാരുണ്ട്, കോൺഗ്രസ് DCC നേതാക്കന്മാരുണ്ട്, KPCC മെമ്പർമാരുണ്ട്. അങ്ങനെ ഒരു വലിയ ആ ജനറേഷൻ മൊത്തത്തിൽ അങ്ങോട്ട് പോയി. SRP ഒരു കാലത്ത് ശക്തമായപ്പോൾ അങ്ങോട്ട് പോവുകയും അങ്ങോട്ട് പോയപ്പോൾ ആ പാർട്ടി നശിച്ചപ്പോൾ ഇവർ അങ്ങുമില്ല ഇങ്ങുമില്ലതായിപ്പോയി, അന്തരീക്ഷത്തിലായിപ്പോയി. അവർ പിന്നെ കച്ചവടം ചെയ്തും ഗൾഫിൽ പോയും ആ ഒരു തലമുറ തന്നെ ഇല്ലാതായിപ്പോയി. പക്ഷെ അന്ന് കരുണാകരൻ്റെ ചില കൗശലമൊക്കെ ഇല്ലേ SRP ഒതുക്കി? ആ കൗശലത്തിൽ വീണുപോയി. അതാണ് വീണുപോയി. എക്സൈസ് തന്നെ കൊടുക്കുകയും ചെയ്തു കരുണാകരൻ. അപ്പോൾ എക്സൈസ് തന്നെ കൊടുത്ത് കുറേ പേർക്ക് ഭാരം കൊടുത്തതല്ലാതെ ഈ ഒരു വലിയ നിര നേതാക്കളെയാണ് ഇല്ലാതാക്കി കളഞ്ഞത്. പക്ഷെ അതിൽ അങ്ങ് ബോധപൂർവം വിട്ടുകളയുന്നതാണോ എന്നറിയില്ല. SRPയിലെ ചില നേതാക്കൾക്ക് ബിസിനസ് വ്യക്തി താല്പര്യങ്ങളല്ലേ അന്ന് മുന്നിട്ട് നിന്നത്? ഈ SRPയുടെ നേതാക്കൾക്ക് അന്ന് പിന്നെ ശ്രീനിവാസൻ ജഡ്ജിയായിരുന്നു പ്രസിഡന്റ്, അതേപോലെ PS വേലാൻ സാറായിരുന്നു സെക്രട്ടറി. അവർക്ക് രണ്ടുപേർക്കും ബിസിനസ് ഒന്നും ഇല്ല. അതിന്റെ താഴേക്കടയിലുള്ളവർ പലരും അത് മുതലെടുക്കുകയാണ് ചെയ്തത്. അത് ബാർ വാങ്ങിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. അത് കുറേ പേര് ശേഷിയുള്ളവർക്ക് ബാർ വാങ്ങിച്ചു പോയി. നല്ല ജനങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ട് നിന്ന സമൂഹത്തിനിടയിൽ അംഗീകാരമുള്ള ആളുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. അല്ല, വളരെ ഓപ്പണായി പറഞ്ഞാൽ SRPയുടെ ഒരു കാലശേഷം വെള്ളാപ്പള്ളി നടേശൻ ഈ സമുദായത്തെ അങ്ങ് ഉടലോടെ എടുക്കുന്ന ഒരു കാഴ്ചയല്ലേ കണ്ടത്? അതല്ലേ ഈ സമുദായത്തിനെ പറ്റി ഏറ്റവും വലിയ ഗതികേട്? അദ്ദേഹം ഉടലോടെ എടുത്തോ എന്നുള്ളതല്ല പ്രശ്നം. അതിനകത്തുള്ള പ്രശ്നം വന്നത് ഈ സമുദായത്തിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യമുണ്ട്. ആ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം നമ്മൾ. കാരണം ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് പ്രവർത്തിക്കുമ്പോൾ എൻ്റെ അച്ഛൻ കോൺഗ്രസ്സുകാരനാണ്. അച്ഛൻ ശാഖ പ്രസിഡൻ്റായിരുന്നു. അന്ന് ഞാൻ AISFൻ്റെ CPI-കാരനാണ്. ഞാനും പിന്നീട് ശാഖ പ്രസിഡൻ്റായി. എൻ്റെ മൂത്ത ബ്രദർ കോൺഗ്രസ്സുകാരൻ ശാഖ പ്രസിഡന്റ്, രണ്ടാമത്തെ ബ്രദർ കമ്മ്യൂണിസ്റ്റുകാരൻ. എല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ അന്നത്തെ കാലത്ത് ശാഖയിൽ സജീവമാണ്. നേരെ മറിച്ച് എല്ലാവരും കൂടെ ചേർന്ന് ഒരു പാർട്ടിയായി നിൽക്കാൻ പറ്റില്ല. ഇതിനാണ് അല്ല, അന്ന് വെള്ളാപ്പള്ളിയുടെ ഒരു സങ്കല്പം എല്ലാ ഈഴവ സമുദായത്തിൽപ്പെട്ടവരും ഒറ്റക്കെട്ടായി നിന്ന് ഒരു പ്രത്യേക പാർട്ടിക്ക് വോട്ട് ചെയ്ത് അവരെ അധികാരത്തിലെത്തിക്കുക എന്നുള്ള ഒരു തന്ത്രമായിരുന്നു. അത് രാഷ്ട്രീയ പാർട്ടിയായിട്ടല്ല ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ഈഴവ കമ്മ്യൂണിറ്റി അല്ല. ഇപ്പോൾ ഒരു പോളറൈസേഷൻ വരണം, സോഷ്യൽ പോളറൈസേഷൻ, സാമൂഹ്യമായ ഒരു ധ്രുവീകരണം വരുമ്പോൾ ആ സാമൂഹ്യ ധ്രുവീകരണത്തിലൂടെ രാഷ്ട്രീയ ശക്തി ആക്കി മാറ്റാനാണ് ശ്രമിക്കേണ്ടത്. രാഷ്ട്രീയ പാർട്ടി ഒരു വ്യക്തി പാർട്ടി ആയിട്ട് മാറാനല്ല, രാഷ്ട്രീയ ശക്തിയാവുക എന്ന് പറഞ്ഞാൽ പറയുന്ന വാക്കിന് അങ്ങേറ്റം ഗൗരവത്തോടുകൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വീക്ഷിക്കുന്ന ഒരു ശക്തിയായി വേണം ഈ സാമൂഹ്യ ധ്രുവീകരണത്തിൻ്റെ അനന്തരഫലമായി സംഭവിക്കേണ്ടത്. അത് സംഭവിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ദളിതരും
ഛന്നാഭിന്നമായി പോയി. കാരണം അവർക്ക് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളും ഒരുപാട് സംഘടനകളും. അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ധ്രുവീകരണം വരികയും ശക്തമായ ഒരു രാഷ്ട്രീയ ശക്തിയായി രൂപപ്പെടുകയും ചെയ്താൽ എല്ലാവർക്കും SNDPയിൽ നിൽക്കാം. ശരിയാണ്. മറുവശത്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഒരു നിർണായക ശക്തിയായി മുസ്ലിം ലീഗും മുസ്ലിം സമുദായവും ഒക്കെ മാറി. അവർ ഒറ്റക്കെട്ടാണ്, അവർക്ക് സംഘടനാ വ്യത്യാസമില്ല. അവർ ഒറ്റക്കെട്ടായി ആരെ തിരഞ്ഞെടുക്കണമെന്ന് അവർ തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലെത്തി. പക്ഷേ മറുവശത്ത് കേരളത്തിൽ ഭൂരിപക്ഷമുള്ള ഹൈന്ദവ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് SNDP, ഇപ്പോഴും ഏതാണ് തങ്ങളുടെ നിലപാട്? ഒരു കൂട്ടർ BJPയിലുണ്ട്, മറ്റൊരു കൂട്ടർ ഇവിടെ ഇടതുപക്ഷവുമായി സഹകരിക്കുന്നു. വളരെ ചെറിയ ഒരു വിഭാഗം UDFിലേക്ക് നീങ്ങി നിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നാഥൻ തന്നെ, SNDPയുടെ നാഥൻ തന്നെ, തങ്ങളുടെ ഒരു കുടുംബത്തിലെ ഭർത്താവ് പറയുന്നു പിണറായി വിജയൻ വോട്ട് ചെയ്യാൻ, ഭാര്യ പറയുന്നു നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന്, മകൻ പറയുന്നു നരേന്ദ്രമോദിയുടെ പാർട്ടി അംഗങ്ങളെ നിങ്ങൾ വിജയിപ്പിക്കണമെന്ന്, പിണറായി വിജയനെ തോൽപ്പിക്കണമെന്ന്. ഈ വൈരുദ്ധ്യമാണ് വലിയ പ്രശ്നം അല്ലേ? അല്ല, വൈരുദ്ധ്യങ്ങളുണ്ട്. വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹിന്ദു മതത്തിൻ്റെ ഐക്യം. അതെ, ഈഴവർ ഹിന്ദുക്കളല്ല, ഹിന്ദു മതക്കാരല്ല. ഈഴവരെങ്ങനെ ഹിന്ദു മതക്കാരാവും? ഹിന്ദു മതത്തിൽ 4 ജാതിയല്ലേ ഉള്ളൂ. അത് ക്ഷത്രിയ, മറ്റേ വൈശ്യ, ക്ഷത്രിയ, ബ്രാഹ്മണ, വൈശ്യ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അതിലെവിടെയെങ്കിലും ഒരു ഈഴവനുണ്ടോ? ഇല്ല. അവർ തമ്മിൽ വിവാഹമാണ് ജാതി. ഒരു നായർക്ക് ഒരു ബ്രാഹ്മണ സ്ത്രീയെ പോയി വീട്ടിൽ പോയി ആലോചിച്ച് നാട്, മറ്റേ കാര്യങ്ങൾ, സാമ്പത്തികം എല്ലാം നോക്കി വിവാഹം കഴിക്കാം. ബ്രാഹ്മണർക്ക് തിരിച്ചു കഴിക്കാം, ക്ഷത്രിയൻ ഇവിടെ കഴിക്കാം. ഈ ഹിന്ദു മതക്കാർ തങ്ങളിൽ അങ്ങോട്ട് ഇങ്ങോട്ട് വിവാഹം കഴിക്കാം. വിവാഹമാണ് ജാതി. എന്നാൽ ഒരു ബ്രാഹ്മണൻ ഈഴവൻ്റെ വീട്ടിൽ വന്ന് വിവാഹം ആലോചിക്കില്ല, തിരിച്ചങ്ങോട്ടും ആലോചിക്കാൻ പറ്റില്ല. അല്ല, ഒരു ഹൈന്ദവ സംസ്കാരമല്ലേ നിലനിൽക്കുന്നത്? ഹൈന്ദവ സംസ്കാരം എന്ന് പറഞ്ഞത് ബ്രാഹ്മണിക്കൽ ഒളിഗാർക്കി സംസ്കാരമല്ല. ഹൈന്ദവർ എന്ന് പറയുന്നത് ഒരു മതമല്ല, സംസ്കാരമാണ്. ആ സംസ്കാരത്തിൽപ്പെട്ടവരാണ് ഈഴവർ. 80% വരുന്ന പിന്നോക്ക സമുദായക്കാരാണ് യഥാർത്ഥ ഹിന്ദുക്കൾ. മറ്റൊരു ലേറ്റസ്റ്റായിട്ടുണ്ടായ ഹിന്ദു മതക്കാരാണ്. എന്നാൽ ഹിന്ദു മതക്കാരാണ് ഹിന്ദുക്കളെ കൂടെ യൂട്ടിലൈസ് ചെയ്ത് അധികാരത്തിലേറാൻ വേണ്ടി എല്ലാവരും ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. എന്നാൽ ആവശ്യം കഴിഞ്ഞാൽ ഇവരൊക്കെ വെറും ജന്തുക്കളായിട്ടാണ് ഇവർ അംഗീകരിക്കുന്നത്. ഇവർക്ക് അപ്പം ഞാൻ പറയുന്നത് അതാണ്, ഈ നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ളൊരു മുദ്രാവാക്യം ഒരിക്കലും നടക്കാത്തതാണെന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ പലരോടും പറയാറുണ്ട്. അതിന് കാരണം നായർ മുതൽ ബ്രാഹ്മണൻ വരെ ഒരു ജാതിയായി കഴിഞ്ഞു. അടിസ്ഥാനപരമായി SNDPയുടെ കീഴിൽ ഈഴവ വിഭാഗം പോലും നിൽക്കുന്നില്ല. അവിടെ പിന്നെ എങ്ങനെ നായാടി മുതൽ അത് എനിക്കറിയില്ല. പക്ഷേ ആ മുദ്രാവാക്യത്തിൻ്റെ നേരെ മറിച്ച് എൻ്റെ കാഴ്ചപ്പാട് എപ്പോഴും നായാടി മുതൽ ഈഴവർ വരെ ഒറ്റ ജാതിയാവണം, പരസ്പരം വിവാഹം കഴിക്കുന്നു. ഇവിടെ ഈഴവർ ചെട്ടിയാരെ വിവാഹം കഴിക്കില്ല, ചെട്ടിയാർ തട്ടാനെ വിവാഹം കഴിക്കില്ല, തട്ടാൻ നാടാരെ വിവാഹം കഴിക്കില്ല, നാടാർ പൊലേനെ വിവാഹം കഴിക്കില്ല, ഈഴവനും പൊലേനെ വിവാഹം കഴിക്കില്ല. അങ്ങനെ പല 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 തട്ടുകളായി അവർ നിൽക്കുമ്പോഴാണ് ഈ ഹിന്ദു മതക്കാർക്ക് എളുപ്പം ഇവരെ ചൂഷണം ചെയ്ത് മുമ്പോട്ട് പോകാൻ. അതെ, ഇങ്ങനെ ഈ തർക്കത്തിനിടയിൽ മറ്റുള്ളവർ അവരവരുടെ കാര്യം കാണും. ആണ്, തീർച്ചയായിട്ടുമാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു സത്യം. അതിൻ്റെ കാരണക്കാരൻ തന്നെ തിരുത്തുന്നില്ല. കാരണക്കാരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി സമുദായത്തെ രക്ഷിക്കാൻ ഒരാളും പുറത്തേക്ക് വരുന്നില്ല. അല്ല, കാരണക്കാരൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെള്ളാപ്പള്ളി? അല്ല, വെള്ളാപ്പള്ളി മാത്രമായി ഒരു കാരണക്കാരനാവില്ല. ആ സിസ്റ്റത്തിനകത്ത് വരുന്ന ഒരു പ്രശ്നങ്ങളുണ്ട്. SNDP യോഗത്തിൻ്റെ ഘടന അനുസരിച്ച് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനത്തെയാണ്. ഇപ്പോൾ യൂണിയൻ സെക്രട്ടറിമാർ ആണ് ഈ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ആൾ കഴിഞ്ഞാലുള്ള ആൾ. അതെ, അത് മുഴുവൻ വെള്ളാപ്പള്ളിയുടെ ഒപ്പം നിൽക്കുന്ന ആളുകളാണ് അദ്ദേഹം. അല്ല, ഒരു കാലഘട്ടത്തിൽ വെള്ളാപ്പള്ളിയെ തിരുത്താൻ അങ്ങ് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ വെള്ളാപ്പള്ളിയുടെ കോപത്തിന് ഇരയായി. പക്ഷെ പിന്നീട് അങ്ങ് സെറ്റിൽ ചെയ്തു എന്നാണ്. സെറ്റിൽ ചെയ്തല്ല, ഞാൻ ഒരിക്കലും പരസ്യമായി വെള്ളാപ്പള്ളി വിമർശിച്ചില്ല. നിങ്ങൾ പരിശോധിച്ചറിയാം. വെള്ളാപ്പള്ളിയല്ല, ഒരു SNDP ജനറൽ സെക്രട്ടറി മാത്രമേ എതിർത്തിട്ടുള്ളൂ. പക്ഷെ അങ്ങേക്കെതിരെ വ്യാജമായി കെട്ടിച്ചമച്ചൊരു സ്പിരിറ്റ് കേസ് അല്ലേ? അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളെ സ്പിരിറ്റ് കേസ് എന്ന് പറയുന്നത് എന്നെ വല്ലാതെ 14 വർഷമാണ് എന്നെ കണ്ണീർ കുടിപ്പിച്ചു കളഞ്ഞു. സ്പിരിറ്റ് കേസിൽ ഞാൻ നിരപരാധിയാണ്. പക്ഷേ ഈ പറയുന്ന മാരാരിക്കുളം CA ആയിരുന്ന ഒരു ഡോളർ തോമസ് വെള്ളാപ്പള്ളിയായിട്ട് വലിയ അടുപ്പമുള്ള ആളാണ്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആണ് ഇത് കെട്ടിച്ചമച്ചെന്ന് പറയുന്നത്. അതെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഡോളർ തോമസാണ് എൻ്റെ പിറകിലുള്ളതെന്ന് ഞാൻ പിന്നെ മനസ്സിലാക്കി.
എന്നെ വല്ലാതെ ജീവിതം തകർത്ത് കളഞ്ഞ അങ്ങേപോലെ പലരും വെള്ളാപ്പള്ളിയെ ഭയപ്പെട്ട് പിന്നോക്കം വലിഞ്ഞു എന്ന ഒരു ഇല്ല. എനിക്ക് വെള്ളാപ്പള്ളി ഒരു ഭയവുമില്ല. വെള്ളാപ്പള്ളി എന്തിന് ഞാൻ ഭയക്കണം? പക്ഷെ വെള്ളാപ്പള്ളി അല്ല ഞാൻ ഭയക്കുന്നത്. അങ്ങേക്കാണ് പല സത്യങ്ങളും തുറന്നു പറയാൻ കഴിയുന്നത്. കാരണം ഒരു കാലഘട്ടത്തിൽ വെള്ളാപ്പള്ളിക്കൊപ്പം നിന്ന് അതിൻ്റെ SNDPയുടെ തലപ്പത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പൂർണ്ണമായി അറിയാവുന്ന ഒരാളാണ്. അതാണ് ഈ സമുദായത്തിലേക്ക് ഒരു ക്യാൻസർ പോലെ ബാധിച്ചത് പിന്നീട്. ഇല്ല, വെള്ളാപ്പള്ളി ബുദ്ധിപൂർവം ഒരു ബിസിനസ്സുകാരനാണ്. ആദ്യമായിട്ടാണ് SNDP യോഗത്തിൽ ബിസിനസ്സുകാരൻ വരുന്നത്. അതിന് മുമ്പ് ഒരു ബിസിനസ്സുകാരൻ വന്നിട്ടില്ല. അത് ശാശ്വതീകാനന്ദ സ്വാമിക്ക് പറ്റിയ ഒരു പിഴവായിരുന്നു. ശാശ്വതാനന്ദ സ്വാമിക്ക് പറ്റിയ പിഴവല്ല, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് അതിൽ പങ്കുണ്ട്. പിഴവെന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങൾക്കെല്ലാം അന്നത്തെ സന്ദർഭത്തിൽ ഈ ശിവഗിരി മഠം ഹൈന്ദവൽക്കരിക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമത്തിനെതിരെ അന്ന് കൈവല്യാനന്ദ സ്വാമിയുടെ നേതൃത്വം നടത്തിയ ഒരു വലിയ ശ്രമം. അപ്പോൾ ഹിന്ദു മഠമല്ല എന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. ഗുരുദേവൻ ഹിന്ദുവുമല്ല. അപ്പോൾ ഗുരുദേവനെ ഹിന്ദുവാക്കി ഈ ലക്ഷക്കണക്കിന് ദൈവങ്ങളുടെ കൂട്ടത്തിൽ ദൈവമാക്കി മാറ്റി ഇല്ലാതാക്കാനും, ഹിന്ദു മതം എന്ന് പറയുമ്പോൾ ടകയൻ മറ്റതങ്ങ് പോയത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം, അതപ്പോഴും അപ്രത്യക്ഷമാവും. മതമേതായാലും മനുഷ്യൻ നന്നായി മതി, അപ്രത്യക്ഷമാവും. ഗുരുദേവനും അപ്രത്യക്ഷമാവും. അങ്ങനെ ഗുരുദേവനെ തമസ്കരിക്കാനും ഗുരുദേവ ദർശനത്തിന് അത് അറിയണമെങ്കിൽ ബുദ്ധ ഭഗവാന്റെ ആവിർഭാവവും തിരുവഭാവവും പരിശോധിച്ച് വയ്ക്കാൻ മതി. ബുദ്ധഭഗവാന്റെ ആവിർഭാവവും തിരുവഭാവവും പരിശോധിക്കുമ്പോൾ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ ദർശനം, ഗുരുദേവന ദർശനം നശിക്കാതെ കാത്തു സൂക്ഷിച്ചതെന്ന് മനസ്സിലാവും. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് അന്ന് ഗോപിനാഥൻ നല്ലൊരു മനുഷ്യനായിരുന്നു. അതെ, ഗോപിനാഥൻ 3 വർഷം ഭരിച്ചപ്പോൾ 5 കോളേജ് കിട്ടി. അതെ, ഒരുപാട് സ്വത്തുക്കൾ കിട്ടി. ശിവഗിരി മഠത്തിന്റെ ഒരുപാട് സ്വത്തുക്കൾ SNDPയുടെ കയ്യിൽ ഒരുപാട് പിന്നെ നല്ല കാര്യം ചെയ്തു. ആദ്യഘട്ടത്തിൽ മഠം കൂടുതലായി SNDP വിശ്വസിച്ചു, അതല്ലേ ശരി? അല്ല, ആദ്യ ഘട്ടത്തിലും ഒരു ഘട്ടത്തിലും SNDP അങ്ങനെ ഒരു വലിയൊരു അഭിപ്രായ വ്യത്യാസത്തിലേക്ക് പോയി വേറിട്ട് നിന്നില്ല. അതുകൊണ്ടാണ് മഠത്തിൽ ഇപ്പോഴും വേറിട്ടാണ് നിൽക്കുന്നത്. കാരണം SNDP യോഗത്തിൻ്റെ കാഴ്ചപ്പാട് ഈഴവരുടെ ആധ്യാത്മികവും വ്യാവസായികവും വിദ്യാഭ്യാസവുപരമായ പുരോഗതിക്ക് വേണ്ടിയാണ്. ശിവഗിരി മഠം അങ്ങനെയല്ല. ശിവഗിരി മഠത്തിൻ്റെ വാതായനം തുറന്നിട്ടിരിക്കുന്ന എല്ലാ മനുഷ്യരും ആത്മസഹോദരൻ. സ്പിരിച്വാലിറ്റി അല്ല, സ്പിരിച്വാലിറ്റി മാത്രവുമല്ല, അതിൻ്റെ ഭൗതിക വശം എന്ന് പറയുന്നത് മുഴുവൻ ആളുകളും, മുഴുവൻ മനുഷ്യരും, കേരളത്തിൽ മാത്രമുള്ളവരല്ല, ഇന്ത്യയിൽ മാത്രമുള്ളവരല്ല, ലോകത്ത് തന്നെയുള്ള മുഴുവൻ മനുഷ്യരും ദേശവും എല്ലാം മറന്ന്, ഭാഷ എല്ലാം മറന്ന്, ഒറ്റ അമ്മ പ്രസവിച്ച മക്കളെപ്പോലെ ആത്മസഹോദരങ്ങളായി ജീവിക്കണമെന്നുള്ള കാഴ്ചപ്പാടാണ് ശിവഗിരി മഠത്തിനുള്ളത്. പക്ഷെ അതേ മഠത്തിൽ പിന്നീട് നടന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. ശാശ്വതീകാനന്ദ സ്വാമി അന്ന് ചതിക്കപ്പെടുന്നു. സ്വാമിയെ ബൈപ്പാസ് ചെയ്തൊരു കമ്മിറ്റി അവിടെ വരുന്നു. അതിനെതിരെ സ്വാമിയോട് കൂടുതൽ താല്പര്യമുള്ള ശിവഗിരി മഠത്തെ സ്നേഹിക്കുന്ന വലിയൊരു നിര ആളുകൾ അവിടെ സംഘടിച്ചു വരുന്നു. കോടതി വിധിയുടെ പിൻബലത്തിൽ അന്ന് A.K. ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നടത്തിയ പോലീസ് നരനായാട്ട്, അതിൽ A.K. ആന്റണി മാത്രമാണ് കുറ്റക്കാരൻ. സ്വന്തം സമുദായത്തിലുള്ള ചിലരുടെ നേർക്ക് അങ്ങ് ചൂണ്ടുവെല്ലാം ഉയർത്താൻ കഴിയുമല്ലോ. ഇപ്പം അങ്ങ് പറഞ്ഞ ഒരു കാര്യം പോയിന്റ് ഉണ്ടല്ലോ, നരനായാട്ട്. അപ്പോൾ ഈ ശിവഗിരി മഠത്തിൽ സന്യാസിമാർ തങ്ങൾ തർക്കം ഉണ്ടായപ്പോൾ ഞാൻ ശാശ്വതാനന്ദ സ്വാമിയോടും ഗോവി വക്കീലോടും പറഞ്ഞിട്ട് ഇവിടെ മസ്കറ്റ് ഹോട്ടലിൽ ഒരു മീറ്റിംഗ് വെച്ചിട്ട് ഞാൻ SNDP കൗൺസിലർ എന്നുള്ള നിലയിൽ കൗൺസിൽ മീറ്റിങ്ങിൽ പ്രമേയം പാസ്സാക്കി 2 കൂട്ടർ ഒരുമിച്ച് പോകും, 2 കൂട്ടർ സന്യാസിമാരെയും ഒരുമിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. അത് SNDP യോഗത്തിൻ്റെ അന്നത്തെ പ്രസിഡന്റ് രാഹുലനും വൈസ് പ്രസിഡന്റ് പ്രിയദർശനും അതിനെ പാളിച്ചാക്കി കളഞ്ഞു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്ത് ഇപ്പോൾ A.K. ആന്റണി കണ്ടു. A.K. ആന്റണി, മുഖ്യമന്ത്രി A.K. ആന്റണിയെ എനിക്ക് വലിയ ആദരവും ബഹുമാനമുള്ള ആളാണ്, സൗമ്യനാണ്. അദ്ദേഹം ദേഷ്യപ്പെട്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അന്ന് ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ ഈ ശിവഗിരി മഠത്തിൽ 11 അംഗങ്ങളാണുള്ളത് ബോർഡിൽ. അതിൽ ക്വാറം തികയാൻ 7 പേര് വേണം. ഭരണാധികാരികളെടുക്കാൻ സ്പെഷ്യൽ ബോർഡിനെ അവകാശമുള്ളൂ, 8 പേര് വേണം. ഈ 11 പേരിൽ 6 പേര് രാജിവെച്ചു, ബാക്കി 5 പേരേ ഉള്ളൂ. അതിലും ഒരാൾ രാജിക്കത്തോടെ കൊടുത്തേക്കാണ്. കോറമില്ല. പക്ഷേ കോറമില്ലാത്ത ആ ബോർഡിന് അധികാരം ഏൽപ്പിക്കാനാണ് ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യത്തിന് ഹൈക്കോടതി. അപ്പം ഞാൻ പറഞ്ഞു അതിലൊരു ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ കൊടുത്താൽ മതി ഗവൺമെൻറ്, വേറെ ഒന്നും ചെയ്യണ്ട. അതൊക്കെ നിങ്ങളൊക്കെ അപക്വത
ആണ് നിങ്ങൾ പറയുന്ന അപക്വതയാണ് മിസ്റ്റർ ബാഹുലേ. കാരണം അവിടെ ബാംഗ്ലൂരിൽ ഒരു IAS കാരൻ ജയിലിൽ കിടക്കുകയാണ് കോർട്ട് ലക്ഷ്യത്തിന്, കോടതി വിധി നടപ്പാക്കാത്തത്. എനിക്ക് ജയിലിൽ കിടക്കാനൊന്നും നോക്കില്ല. അപ്പം ഞാൻ പറഞ്ഞ സംഘർഷം ഉണ്ടാവും. എന്ത് സംഘർഷം? അപ്പം അങ്ങേര് ശുഭിതത്തോടു കൂടിയാണ്. അങ്ങനെ AK ആന്റണി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിടത്തും കണ്ടില്ല. ഇത്രയും സൗമ്യനായ മനുഷ്യൻ എന്തിനാണ് ഈ ശോഭ? അദ്ദേഹത്തെ സ്ക്രൂ ചെയ്ത് വക്കം പുരുഷോത്തമനും CV പത്മനാഭനും. അതാണ് ഞാൻ കറക്റ്റ്. അപ്പം ഞാൻ അവിടെ നിന്ന് പത്മനാഭൻ്റെ അടുത്ത് പോയി. പത്മനാഭൻ വക്കീൽ നമുക്ക് വളരെ പെടും. അപ്പോൾ അങ്ങനെ ബല കുളിച്ചാൽ എണ്ണയൊക്കെ തേച്ച് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാനായതുകൊണ്ട് ആ കാര്യം വന്നു പറഞ്ഞു. അത് വക്കീൽ ഇങ്ങനെയാണ്, അത് ഒന്ന് CMൻ്റെ ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ കൊടുക്കണം പ്ലീസ്. നടക്കില്ല. ഞാൻ സംഘർഷം ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ പോലീസ് ഇരിക്കുന്നത് അഹങ്കാരം. അത് കഴിഞ്ഞ് ഞാൻ വക്കം പുരുഷത്തിനോട് അത് AKയും CV പത്മനാഭൻ്റെ അടുത്ത് പറഞ്ഞു. അവരൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് കാര്യങ്ങൾ, നീ നിൻ്റെ ജോലിക്ക് പോകും. കൈയൊഴിഞ്ഞു. അദ്ദേഹം കൈയൊഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഒരു മാർഗമില്ലാതായിപ്പോയി. അപ്പോഴാണ് ഈ പറഞ്ഞ നരനായാട്ട് അവർ നടത്തിയത്. നരനായാട്ട് നടത്തുന്നത് ഒരു പ്ലാൻഡ് മൂവായിരുന്നു. ഒരു മാസത്തേക്ക് മുമ്പ് തന്നെ ശങ്കർ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ദ്രുതകർമ്മ സേന സജീവമായി. റാപ്പിഡ് ഫോഴ്സ്. ആ റാപ്പിഡ് ഫോഴ്സിനെ ട്രെയിൻഡ് ആയിട്ടുള്ളവരാണ്. അവിടുത്തെ മലയാളികളായിട്ടുള്ള ആളുകളല്ല, എവിടെയൊക്കെ ഉള്ള CRP അങ്ങനെയൊക്കെ ഉള്ള CS ഇതൊക്കെ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ. ആ ഫോഴ്സിനെല്ലാം കൊണ്ടുവന്ന് അവർ ഒരു മാസത്തെ നല്ല ട്രെയിനിങ് കൊടുത്താണ് വിടുന്നത്. ഞങ്ങളെ ആടിച്ച് പിരുത്തി കളഞ്ഞത്. ഞങ്ങളെയൊക്കെ ആടിച്ച് പിരുത്തും. സന്യാസിമാർ അടികൊണ്ട് മരിച്ചുപോയി. ആര്? പേരെടുത്ത് പറഞ്ഞാൽ പവിത്രാനന്ദ സ്വാമി അടികൊണ്ട് കിടന്ന് മരിച്ചു. വിശ്വനാഥാനന്ദ സ്വാമി അടികൊണ്ട് കിടന്ന് മരിച്ചു. അസ്പർശാനന്ദ സ്വാമി കണ്ണ് വെളിയിച്ചാടി, കണ്ണ് അടിച്ച് പോലീസ് അടിച്ച് കണ്ണ് വെളിയിച്ചാടിയ ഫോട്ടോ കേരളത്തിൽ വന്നിട്ടുണ്ട്. ആ ഫോട്ടോ നമുക്കെടുക്കാം. അദ്ദേഹം ദീർഘകാലം രോഗിയായി അടുത്ത കാലത്ത് മരിക്കുകയും ചെയ്തു. ദാക്ഷായണി അമ്മ, ഇത്രയും ഗുരുദേവ ഭക്തിയുള്ള ഒരു അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. അവർ ഗുരുദേവനോട് ജീവിതം അർപ്പിച്ച അമ്മയാണ്. അവർ അടികൊണ്ടും ചവിട്ടുകൊണ്ടും ദീർഘകാലം കിടന്ന് അവർ മരിച്ചു. പക്ഷെ പിന്നീട് AK ആന്റണിയുടെ രാഷ്ട്രീയ പതനത്തിന് കാരണമായത് ഈ ശിവഗിരിയിലെ പോലീസ് മർദ്ദനമല്ലേ? രാഷ്ട്രീയ പതനം ഇപ്പോഴും തുടരുകയാണല്ലോ. ഇപ്പോഴും അദ്ദേഹം പറയുന്നത്, അദ്ദേഹം അന്നേ BJP RSSന്റെ ഏജന്റാണല്ലോ. അന്ന് മുതലേ ആണെന്ന് ഇപ്പോൾ വ്യക്തമായില്ല. അദ്ദേഹത്തിൻ്റെ മകൻ ക്രിസ്ത്യാനിയാണ്. ഇന്ത്യയിലെ BJPയുടെ മതം ദേശീയതയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അദ്ദേഹം ചെയ്തത്. അതിനുശേഷം ശാശ്വതികാനന്ദ സ്വാമി, നമുക്കറിയാം SNDPക്ക് കൂടുതൽ കരുത്ത് നൽകാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നു. പക്ഷെ അവിടെ വെള്ളാപ്പള്ളി നടേശൻ ഒരു പണസഞ്ചിയുമായി വന്ന് അന്ന് വിദ്യാസാഗറിനെ വെട്ടി, വിദ്യാസാഗറിനെ പാട്ടിലാക്കി ആ ജനറൽ സെക്രട്ടറി സ്ഥാനം കൈയടക്കുകയല്ലേ ചെയ്തത്? അതിനകത്ത് സംഘടനാപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാനിപ്പോൾ പരാമർശിക്കുന്നില്ല. എന്നാൽ അത് ഭയം കൊണ്ടല്ല. സംഘടനയുടെ ഒരു SNDP യോഗം എന്ന് പറയുന്നത് കണ്ണിലെ കൃഷ്ണപ്പണി പോലെ സൂക്ഷിക്കേണ്ട ഒരു പ്രസ്ഥാനമാണ്. വെള്ളാപ്പള്ളിയോട് എനിക്ക് ഇപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ, ധാരാളമുണ്ട്. പക്ഷെ അന്ന് മുതൽ ജനാധിപത്യം മരിച്ചില്ലേ? ജനാധിപത്യം ഇപ്പോൾ SNDP യോഗത്തിലില്ല. അത് സത്യമാണ്. SNDP യോഗത്തിൽ ജനാധിപത്യമില്ല. കാരണം അത് യൂണിയൻ സെക്രട്ടറിമാരും ജനറൽ സെക്രട്ടറി, യൂണിയൻ സെക്രട്ടറിമാർ ജനറൽ സെക്രട്ടറിമാർ പറയും പോലെ കേൾക്കണം. എന്നെ പോലുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിമാർ അദ്ദേഹം പറയുന്നത് തന്നെ കേൾക്കുന്നത്. അല്ല, അന്ന് മുതൽ സമുദായത്തെ ഒരു തരത്തിൽ കച്ചവടം ചെയ്യുകയല്ലേ ചെയ്തത്? എത്ര ആത്മഹത്യകൾ, എന്തെല്ലാം ക്രൂരതകൾ, ഇതൊക്കെ പുറം ലോകം കേൾക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആത്യന്തികമായ ഇകഴ്ത്തൽ സമുദായത്തിലേക്ക് വരില്ല. ഈ ആത്മഹത്യകളും മറ്റു കാര്യങ്ങളുമൊക്കെ പോലീസ് അന്വേഷിക്കുന്ന വിഷയമാണ്. അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ജനാധിപത്യം എന്ന് പറയുന്നത് കുറച്ച് കുറവ് തന്നെയാണ്. അത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. കാരണം അതിന് കാരണക്കാർ SNDP യോഗ അംഗങ്ങൾക്ക് അവരുടെ അവകാശത്തിനെ പറ്റി ഒരു ബോധമില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. ദർശനപരമായും ബോധമില്ല. ഒരു വൈകാരികതയിൽ കൂടെ അവരങ്ങ് പോകും. വൈകാരികമായി ഈഴവൻ എന്ന് പറയുമ്പോൾ ഒരു വികാരം ഉണ്ടാവും. ഒരു ക്രിസ്ത്യാനിയെടുത്ത് ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെന്ന് പറഞ്ഞ് ഐക്യമുണ്ടാക്കാൻ ഒത്തിരി പാടാണ്. ശിവഗിരി മഠത്തിനോട് നമ്മളെല്ലാം അപേക്ഷിക്കുന്ന ശിവരുടെ കാഴ്ചപ്പാടും അതാണെന്നാണ് എൻ്റെ വിശ്വാസം. മനുഷ്യൻ അല്ലാതെ മതം എന്നല്ല പറയേണ്ടത്. അപ്പോൾ ഈഴവ സമുദായത്തെ പിന്നീട് വെള്ളാപ്പള്ളി കൂട്ടിക്കൊണ്ടു പോവുകയല്ലായിരുന്നു ഒരു തരത്തിൽ? അതല്ലേ ഈ രാഷ്ട്രീയത്തിൽ? ഈഴവ സമുദായത്തിനെ കൂട്ടിക്കൊണ്ടുപോയില്ല. വെള്ളാപ്പള്ളിയോടൊപ്പം നിൽക്കുന്നത് യൂണിയൻ സെക്രട്ടറിമാർ നിയന്ത്രിക്കുന്ന കുറച്ച് ശാഖ സെക്രട്ടറിമാർ. പക്ഷെ വെള്ളാപ്പള്ളിക്ക് അപ്പുറം മറ്റൊരു ഐഡന്റിറ്റി സമുദായത്തിന് ഇല്ലാതെ പോയില്ലേ? ആരാണ് ഒരു നായകൻ? ആ ചോദ്യത്തിന് ഞാൻ നിങ്ങൾക്ക്
ഇപ്പോൾ പറയുന്നില്ല, ആയിരക്കണക്കിന് നായകന്മാരെ കാണിച്ചു തരാം. ഈ സമുദായം എന്താണെന്നും എന്താണ് ഗുരുദേവ ദർശനമെന്നും അറിയാവുന്നുള്ള ആയിരക്കണക്കിന് ഈഴവരെ ഞാൻ കാണിച്ചു തരാം. പക്ഷെ അവര് ഒരു നേതൃശൈലി പുലർത്തുകയും സമുദായത്തെ സംഘടിപ്പിച്ച് അതിന് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ SNDP യോഗത്തിൻ്റെത് വലിയ പാടുള്ളതാണ്. SNDP യോഗത്തിന് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്നത് അതിൻ്റെ അധികാരം കേന്ദ്രീകരിച്ചിരുന്ന ജനറൽ സെക്രട്ടറിയിലേക്കാണ്. പ്രസിഡന്റിന് അധികാരമില്ല. ഗോകുലം ബിജു രമേശൊന്നും അവർക്കൊന്നും സംഘടനാപരമായിട്ട് ഉള്ള ഒരു ഇതല്ലല്ലോ. സംഘടനയ്ക്ക് അകത്തുള്ള ആളുകൾ പലരും പല കാരണങ്ങൾ കൊണ്ട് വെളിയിൽ പോയില്ലേ. അതെ, പല കാരണങ്ങൾ കൊണ്ട് വെള്ളാപ്പള്ളിയുടെ അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ തന്നെ പലരും പോയി. അല്ല, ഈ BDJS എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തപ്പോൾ ശിവഗിരി മഠം പോലും വെള്ളാപ്പള്ളിയോട് വളരെ അകന്നില്ലേ? അല്ല, BDJS രണ്ടാമത്തെ നെഞ്ച് ഈഴവ സമുദായത്തിൻ്റെ നെഞ്ചിലേറ്റ വെടിയാണ്. അറിയാമോ? ആദ്യത്തെ വെടി SRP ആണ്. അതെ, രണ്ടാമത്തെ വെടിയാണ് ആ NDP എന്നുള്ള രാഷ്ട്രീയ കക്ഷി ഉണ്ടായത്. അതെ, NSSന്റെ NDPയിൽ കിടങ്ങൂരിൻ്റെ കാലത്ത് NDPക്ക് അകത്ത് വന്നത് ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരു നായരും വന്നില്ല. വന്നതെല്ലാം ഒരു സെക്കൻഡ് ലൈൻ. അതൊക്കെ കരുണാകരൻ്റെ ശിങ്കടികളാണ്. അത് കരുണാകരൻ്റെ ശിങ്കടികളാണ്. അത് മാത്രമല്ല, അവിടെ നിന്ന് ഡയറക്ഷനുണ്ട്. അവർ കുറേ കൂടെ ബുദ്ധിയുള്ളവരാണല്ലോ. നിങ്ങൾ ഇപ്പോൾ തൽക്കാലം മെയിൻ സ്ട്രീമിൽ നിന്ന് പോണ്ട, നമ്മളെ അധികാരങ്ങൾ നെക്കിട്ട് അല്ലാത്തവരൊക്കെ ഇങ്ങോട്ട് വാ. അവർ 2 മന്ത്രി കിട്ടി. പക്ഷെ അത് തികഞ്ഞ പരാജയമായതുകൊണ്ട് അവർ പിന്നീട് ആ പരീക്ഷണത്തിന് പോയില്ല. കാരണം അപ്പോഴും അവർ പറഞ്ഞു നായന്മാർ NSSൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി ഉള്ളവരും ഉണ്ട്, അവർക്കെല്ലാം ഇതിനകത്ത് നിൽക്കണം, എല്ലാവർക്കും നിൽക്കണം. കോൺഗ്രസ്സുകാരന് നിൽക്കണം, മാർക്സിസ്റ്റുകാരന് നിൽക്കണം, RSSകാരന് നിൽക്കണം, BJP എല്ലാവർക്കും ഇതിനകത്ത് നിൽക്കണം. ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ചുരുങ്ങിപ്പോയാൽ പിന്നെ പരിമിതികളായി ഒരു ബഹുസ്വര കാഴ്ചപ്പാട് നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടാതിരിക്കാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് NDP ആണ്. പക്ഷേ SNDPക്ക് നമുക്കത് കണ്ട് പഠിക്കാൻ പറ്റിയില്ല. അതൊരു പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയാം. അതിരിക്കട്ടെ. അപ്പോൾ ഈ SRP ഉണ്ടായി ഒരു വലിയ നിര ഈഴവരെ ഒഴിവാക്കി കളഞ്ഞു. അവരെ എവിടെയോ പോയി മറഞ്ഞു. രണ്ടാമത് ഒരുവിധം പച്ച പിടിച്ച് വന്നപ്പോഴാണ് പിന്നെ BDJS ഉണ്ടാവുന്നത്. BDJSൽ നിൽക്കുന്ന നല്ല മിടുക്കന്മാരായ ചെറുപ്പക്കാരാണ്. അവർ മാർക്സിസ്റ്റ് പാർട്ടിയിലോ കോൺഗ്രസിലോ മറ്റു പാർട്ടികളോ പോയി വലിയ നേതാക്കന്മാരാവേണ്ടവരാണ്. അവരെയൊക്കെ ഭാവി അവരുടെയൊക്കെ രക്തത്തിൽ അപ്പോൾ സമുദായം കുത്തിവെച്ചു. അവരെ രക്തത്തിൽ സമുദായം കുത്തിവെച്ചു. അവർക്ക് വേണ്ടി ഒരു പാർട്ടി ഉണ്ടാക്കി. അവർ സാധാരണക്കാരായ ആൾക്കാർ ജില്ലാ പ്രസിഡന്റായി, സാധാരണക്കാരായ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആവുന്നു. ഒന്നും പറയാൻ അറിഞ്ഞൂടാത്തവരൊക്കെ ഭയങ്കര നേതാക്കന്മാരാവുന്നു. അപ്പോൾ അവർക്കതൊരു വലിയ ഹരമായി. ചുരുക്കി പറഞ്ഞാൽ ഈ നീക്കം അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ ഇത്തരം സങ്കുചിത മനസ്ഥിതി അതല്ലേ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ഇപ്പോൾ നേതാക്കന്മാരുടെ ഒരു അഭാവം അങ്ങ് നമ്മുടെ ചർച്ചയുടെ ആദ്യം ചൂണ്ടിക്കാട്ടിയ ഒരു ഈ അഭാവം എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ നാട് പനക്കോടെന്ന് പറയും. ഒന്നാമത്തെ സമുദായം നാടാരാണ്, രണ്ടാമത്തത് നായരാണ്, മൂന്നാമത്തെ SC/ST ആണ്, നാലാമത്തെ ഈഴവയാണ്. ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ റിസർവേഷൻ കഴിഞ്ഞ 2 പ്രാവശ്യം മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസും ഈഴവരായിരുന്നു. ഞങ്ങളെ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡന്റ് ഇപ്പോഴും ഈഴവൻ, മുമ്പ് കോൺഗ്രസും ഈഴവനായിരുന്നു. അവിടുത്തെ മിക്കവാറും ബ്രാഞ്ച് സെക്രട്ടറിമാർ ഈഴവരുണ്ട്. പിന്നെ അതേപോലെ തന്നെ കഴിവുള്ളവർക്ക് കടന്നവരോ? കഴിവുള്ളവരല്ല. നിങ്ങൾ വളരെ നിസ്വാർത്ഥമായി ജാതിയൊക്കെ ദൂരെ കളഞ്ഞിട്ട്, മതം ദൂരെ കളഞ്ഞിട്ട് നിങ്ങൾ ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങി നോക്കണം. അവർ നിങ്ങളെ സ്നേഹിക്കും. അങ്ങനെയുള്ള 10 ചെറുപ്പക്കാരെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. സ്വാമി എടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു 10 പേരെ കാണിച്ചു തന്നാൽ മതി, എല്ലാം വലിച്ചെറിഞ്ഞ്. ഇപ്പം എനിക്ക് പ്രായമായി, എനിക്ക് ചെറുപ്പത്തിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. അപ്പോൾ എനിക്കറിയാം നമ്മൾ നിസ്വാർത്ഥമായി ജനങ്ങളുടെ ഇടയിൽ നിന്നാൽ അവർ നമുക്ക് എന്ത് നമ്മൾ കൊടുക്കുന്നോ അതിന് 100 ഇരട്ടി തിരിച്ചു തരും. അതിലവർ ജാതിയൊന്നും നോക്കാറില്ല. സച്ചിദാനന്ദ സ്വാമി ഒരു കോൺഗ്രസ്സുകാരനല്ലേ? അല്ലല്ല, സച്ചിദാനന്ദ കോൺഗ്രസ്സുകാരനൊന്നുമല്ല. സച്ചിദാനന്ദ സ്വാമിക്ക് ഒരു ഇതുള്ളത് ഈ അദ്ദേഹത്തിന് ആശ്രയിക്കുന്നവർക്ക് വേണ്ടി അദ്ദേഹം നിൽക്കും. അങ്ങനെ ഒരു കുഴപ്പം സച്ചിദാനന്ദ സ്വാമിക്കുണ്ട്. അതത്ര നല്ലതാണെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെ വന്ന് ശാശ്വതാനന്ദ സ്വാമി ഇപ്പം ഞാനൊരാളിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പോയി സ്വാമിയോട് ആവശ്യപ്പെട്ടു. അവളുടെ പേര് സെൽവരാജ് എന്നാണ്. അപ്പോൾ സെൽവരാജിൻ്റെ അപ്പോൾ പറഞ്ഞു ഞാൻ നയനാരുടെ അടുത്ത് അല്ല അന്ന് പിണറായി വിജയൻ്റെ അടുത്ത് സംസാരിക്കാമെന്ന് സ്വാമി പറഞ്ഞു. അതിൻ്റെ സ്ഥാനാർത്ഥിയായി തോറ്റു. രണ്ടാമത് സ്ഥാനാർത്ഥിയാക്കുന്നതിന് പരിശ്രമിച്ചു, ജയിച്ചു. പിന്നീട് കോൺഗ്രസിൽ പോയി. ഒരു ദിവസം അത് നമ്മുടെ KS വിജയൻ
എന്ന് പറയുന്ന നമ്മളൊരു ട്രാൻസ്പോർട്ടിൻ്റെ MD ആയിരുന്ന ആളുടെ വീട്ടിൽ ഞങ്ങളൊക്കെ ഉണ്ണാൻ ഇരിക്കുകയാണ്. ഊണക്കഴിച്ചപ്പോൾ ബാഹുലിയും കൂടെ വണ്ടി കയറുന്നു പറഞ്ഞു. അന്ന് നമ്മുടെ ഇവരെല്ലാവരും ഉണ്ട്, ബിജു പപ്പൻ ഉൾപ്പെടെയുള്ള എല്ലാവരും അവിടെ ഉണ്ട് ഊണ് കഴിക്കാൻ. അപ്പോൾ ഞാൻ സ്വാമിയായിട്ട് പോയി. 5 പേരെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. അതിൽ ഒന്നാണ് അടൂർ പ്രകാശ്, അതിലൊന്നാണ് പ്രതാപവർമ്മ തമ്പാൻ, അതിലൊന്നാണ് കടവൂർ ശിവദാസൻ. കടവൂർ ശിവദാസിന് ആദ്യം കൊടുത്തത് കുണ്ടറയാണ്, അല്ല പുനലൂരാണ്. ശിവദാസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് കുണ്ടറയാക്കി. അവൻ നിങ്ങളിത് സ്വാമിയിലല്ല അവിടെ കടവിടം. ഞാൻ സ്വാമിയിൽ പറഞ്ഞു. സ്വാമി അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു പുനലൂർ ഇന്ന് കുണ്ടറയാക്കി. അദ്ദേഹം മിനിസ്റ്ററായി. അപ്പോൾ സ്വാമി ഇടപെടുവരുമായിരുന്നു, പക്ഷേ ഇതുപോലെ മയക്ക് വെച്ച് കെട്ടിയല്ല. അപ്പോൾ നമുക്ക് കൃത്യമായൊരു ചോദ്യം ചോദിച്ചാൽ, ഇക്കുറി ഈഴവ സമുദായത്തിൻ്റെ വോട്ട് ആർക്കാണ്? ഈഴവ സമുദായം പൊതുവെ ഒരു ഇടതുപക്ഷ ചിന്താഗതിയുള്ളവരാണ്. അവർ ഈ വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഭാഗം ആകാൻ പാടില്ല. അവർ ഇടതുപക്ഷ ചിന്താഗതി മാത്രമേ അവർക്ക് സാധിക്കൂ. അത് ഈഴവർക്ക് അവർ ഈ വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഭാഗമായി എവിടെയെങ്കിലും പോയി പെട്ടാൽ അവർക്ക് ശ്വാസം മുട്ടൽ അനുഭവിക്കും. എനിക്ക് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഒരു വർഗീയ മതഭ്രാന്തന്മാരോടൊപ്പം ഒരിക്കലും ഈഴവ സമുദായത്തിന് പോകാൻ പറ്റില്ല. കാരണം അവരുടെ പാരമ്പര്യം തന്നെ സമരത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും പാരമ്പര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇടതുപക്ഷത്തിനൊപ്പം തന്നെ ആയിരിക്കും ഈഴവ മനസ്സ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. 100% എൻ്റെ വിശ്വാസം അതാണ്. മറുവശത്ത് കോൺഗ്രസ് നടത്തുന്ന നീക്കങ്ങൾ അവർക്കൊപ്പവും ഒരു വിഭാഗം പോകും ഉണ്ടല്ലോ. അവർ പിന്നെ മതഭ്രാന്തന്മാരല്ല, അവരോടൊപ്പവും കുറേ ആൾക്കാരുണ്ട്, അവരോടൊപ്പവും കുറച്ച് ഗുരുഭക്തന്മാരുമുണ്ട്. അവർ കുറേ പേര് അങ്ങനെയും ചിന്തിക്കാം. പക്ഷേ മൊത്തത്തിൽ നമ്മൾ കൊടുത്താൽ ഈഴവ സമുദായം എക്കാലവും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന, ഇടതുപക്ഷ മനസ്സുള്ള, പോരാട്ട വീര്യമുള്ള, പോരാട്ട ചരിത്രമുള്ള, സമര ചരിത്രമുള്ള. എല്ലാ സർവേകളും സൂചിപ്പിക്കുന്ന വടക്കൻ കേരളം മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണയോടെ UDF വലിയ തരംഗം സൃഷ്ടിക്കുമെന്നാണ്. മധ്യ കേരളത്തിലും UDFന് കാര്യമായ മുന്നേറ്റമൊരുക്കാൻ കഴിയും എന്നാണ് സർവേകളൊക്കെ ഇപ്പോൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ തെക്കൻ കേരളത്തിൽ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകൾ ഉൾപ്പെടുന്ന തെക്കൻ കേരളത്തിൽ ഈഴവ സമുദായ പിന്തുണയോടെ തന്നെയായിരിക്കും ഇടതുപക്ഷം അവരുടെ ആ ഒരു 2021 അത്ര സീറ്റ് നിലയിൽ അവർ എത്തിച്ചേർന്നില്ല എങ്കിൽ പോലും ആ ഇടതുപക്ഷ പ്രാധാന്യം നിലനിർത്തുന്നത് ഈഴവ സമുദായത്തിൻ്റെ പിൻബലത്തിലായിരിക്കും, അല്ലേ? അല്ല, അതിലൊരു ചെറിയ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. കേരളത്തിലെ നമ്പർ 1 സമുദായമാണ് ഈ മുസ്ലിങ്ങൾ. അതെ, ഈഴവരോടൊപ്പം നിൽക്കുന്ന അല്പസ്വല്പം വ്യത്യാസങ്ങളേ ഉള്ളൂ. ഏറ്റവും വലിയ സമുദായങ്ങളാണല്ലോ മുസ്ലിങ്ങളും ഈഴവരും. മുസ്ലിങ്ങൾ അങ്ങനെ ഒറ്റക്കെട്ടായി നമ്മൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ ഒറ്റക്കെട്ടായി ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അവരായിരിക്കും, മഹാഭൂരിപക്ഷം MLA-മാരും അവരായിരിക്കും. അപ്പോൾ അതെന്തുകൊണ്ട് വരുന്നില്ല? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, മുസ്ലിങ്ങൾക്കും ഈ തീവ്രവാദ ഈ ഷാജിയെ പോലെ മതം എന്ന് പറയുന്നവരോട് മുസ്ലിങ്ങൾക്കും അത്ര താല്പര്യമില്ല. ഇൻ ജനറലാണ് ഞാൻ പറയുന്നത്. ഈഴവർക്കും തീവ്ര ഹിന്ദുത്വത്തോടോ അല്ലെങ്കിൽ മത തീവ്രതയോടോ താല്പര്യമുള്ളവർ ഈഴവരിലും കുറവാണ്, മുസ്ലിങ്ങളിലും കുറവാണ്. ഇപ്പോഴും മുസ്ലിങ്ങൾ പരമാവധി അവർ ഇടതുപക്ഷത്തിന് തന്നെ വോട്ട് ചെയ്യും എന്നെനിക്ക് വിശ്വാസമുണ്ട്. ഈ KM ഷാജിയുടെയൊക്കെ പ്രസംഗം മുസ്ലിങ്ങൾ തന്നെ വല്ലാതെ എതിർക്കുന്നുണ്ട്. എൻ്റെ കൂടെ വന്ന പയ്യൻ ഷമീർ, അപ്പോൾ അവനും ഈ അഭിപ്രായമല്ല ഉള്ളത്. എനിക്ക് ഒരുപാട് മുസ്ലിം ബന്ധങ്ങളുള്ളവരാണ്. അവരാരും തന്നെ ഈ ഷാജിയുടെ പോലെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു ബഹുസ്വരം ഈ സമുദായത്തിൽ നിന്നും ഉയർന്നു വരും എന്ന് പ്രതീക്ഷിക്കാം. 2026 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യതയോടെ ഒരു സമ്മതിദാനം, വെള്ളാപ്പള്ളി പറയുന്നത് പോലെയോ ശിവഗിരി മഠം പറയുന്നത് പോലെ ആയിരിക്കില്ല. വളരെ വിഭിന്നമായി സമുദായത്തിൻ്റെ താല്പര്യവും ആളുകളുടെ കാഴ്ചപ്പാട് മുൻനിർത്തി വോട്ടുകൾ അവർ ഓരോ പാർട്ടിക്കും കൊടുക്കും, അല്ലേ? കൊടുക്കണം. എനിക്കൊരു അഭ്യർത്ഥന SNDP യോഗത്തോടും ശിവഗിരി മഠത്തോടും ഉള്ളത്, കാര്യങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ മയക്കിക്കൂടെ ആയിരിക്കരുത്. കുറേ കൂടെ അച്ചടക്കത്തോടുകൂടി വിളിച്ചു പോകരുത്.
ഇത് സ്വയം നമ്മൾ കൂവി നശിപ്പിച്ചു. വിളിച്ച് കൂവി നശിപ്പിക്കരുത്. അല്ലാത്ത ഒരു നയം സ്വീകരിക്കണം. അതിൽ SNDP യോഗവും പിന്നെ അതേപോലെ തന്നെ പിന്നോക്ക ദളിത് സംഘടനകൾ ധാരാളമുണ്ട്. എൻ്റെ വാക്കല്ല, അങ്ങയുടെ വാക്കിൽ തന്നെ കടമെടുത്താൽ ഹിന്ദുക്കളെ ജന്തുക്കളാക്കരുത് അല്ലേ? ഒരിക്കലും ആക്കരുത്. ഹിന്ദുക്കൾ ആവശ്യം കഴിഞ്ഞ് ഹിന്ദുക്കളാക്കുന്നു, ആവശ്യത്തിന് ഉപയോഗിക്കുന്നു, അത് കഴിഞ്ഞ് അവരെ കളയുന്നു. തീർച്ചയായിട്ടും നന്ദി. അങ്ങനെ ഉണ്ടാവരുത്. വളരെ നന്ദി. ഓക്കെ, നമസ്കാരം. എനിക്കും വളരെ നന്ദി. നമസ്കാരം.